NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 10.6 പാർട്ട് 2 അഗെയിൻ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ കോമ്പൗണ്ടുകൾ എഴുതി വെക്കാം. 1 സ്ട്രക്ചർ എന്ന് എഴുതുക. 1 ക്ലോറോപ്രോപ്പെയിൻ ആണ്. 1 ക്ലോറോപ്രോപ്പെയിൻ CH3 CH2 CH2 Cl. 1 ക്ലോറോപ്രോപ്പെയിൻ. അടുത്ത് രണ്ടാമത്തെ കോമ്പൗണ്ട് യെസ് ഇറ്റ്സ് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ്. രണ്ടാമത്തെ കോമ്പൗണ്ട് ഐസോപ്രോപ്പൈൽ CH3 CHCl CH3 ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ്. മൂന്നാമത്തെ കോമ്പൗണ്ട് 1 ക്ലോറോബ്യൂട്ടൈൻ CH3 CH2 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 Cl. ക്ലിയർ? അപ്പൊ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മക്കൾ ആദ്യം ഓർമ്മിച്ചു, ആർക്കാണോ മോളാർ മാസ് കൂടുതലുള്ളത് അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഹയർ ദ മോളാർ മാസ് ഹയർ ദ ബോയിലിംഗ് പോയിന്റ്. തീർച്ചയായിട്ടും 4 കാർബൺ ഇവിടെ ഉണ്ട് അല്ലേ. 4 കാർബണിലാക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലെങ്കിലേ. സോ ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് ആർക്കെന്ന് വെച്ചാൽ CH3 CH2 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 Cl. ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് ഇയാൾക്കാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത വരുന്ന ബോയിലിംഗ് പോയിന്റ് ആർക്കാ? ഇവര് രണ്ടുപേരുടെ മോളാർ മാസ് സെയിം ആണ്. ഇവർക്ക് രണ്ടുപേർക്ക് മോളാർ മാസ് സെയിം ആണ്. അപ്പൊ ആർക്കാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ആരാണോ ലോങ് ചെയിൻ അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. അപ്പൊ ലോങ് ചെയിൻ ആരാണെന്ന് നോക്കുക അവിടെ. CH3 CH2 CH2 Cl. ഇതാണ് ലോങ് ചെയിൻ. പിന്നെ ആരാ വരുന്നത്? ഒരു ബ്രാഞ്ചിലാണ് CH3 CHCl CH3. ക്ലിയർ അല്ലേ? അപ്പൊ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 10.6 ക്ലിയർ ആയി.